എല്ലാവർക്കും എൻ്റെ നല്ല ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എൻ്റെ നല്ല ആദ്യത്തെ വീഡിയോ തന്നെ ഒരു സീരീസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ സീരീസൊക്കെ എനിക്ക് മനസ്സിൽ വന്നു. എനിക്ക് ഫസ്റ്റ് വന്നത് ലെറ്റ്സ് പ്ലേ സ്കൈ ബ്ലോക്ക് 1 ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാൻ വിചാരിച്ചൊരു ഐലൻഡ് സർവൈവൽ തുടങ്ങാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കരുത്. ഇത്തിരി സമയം കളയാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. സീരീസിൻ്റെ ഗോള് എപ്പിസോഡിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ചെറിയൊരു ഐലൻഡാണ്. ഇപ്പോൾ ഐലൻഡിൻ്റെ ചുറ്റും നിറച്ച് ഓഷ്യനായിരിക്കും. അപ്പോൾ വേറെ വല്ല ഐലൻഡ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ വേറെ ഐലൻഡ് കിട്ടുമ്പോൾ നമ്മൾ തപ്പണം. പിന്നെ ഇവിടെ വല്ലയിടത്തും ഒരു ചെറിയൊരു വീറ്റ് ഫാം റെഡിയാക്കണം. പിന്നെ ഫുൾ അയൺ ആർമറും ടൂൾസും ആണ്. അത്രയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ബേസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഇരിക്കണേ. അയ്യോ, നൈറ്റ് ആവുന്നല്ലോ. ഒക്കെ ഇപ്പോൾ സ്പോണാണ്. ഞാൻ കയറിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും നൈറ്റ് ആയി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോൺ ഏജിലായിട്ടാവാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ബെസ്റ്റ് നൈറ്റും ആയി. ഇനി ഇവിടെ മോബിൻ്റെ മഴയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വേണ്ടായിരുന്ന മരം ഞാൻ ഫുള്ള് വെട്ടിയപ്പോൾ എനിക്ക് ഞാൻ ഇത് വെട്ടാൻ മറന്നു. അപ്പോൾ അത് 6 ലോഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ബേസിക് ടൂൾ ഉണ്ടാക്കാം. നമ്മൾ വുഡ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയത്. സ്റ്റോണിൻ്റെ ആണ് നമ്മൾ ഫുൾ ടൂൾസ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കി ഒരു 2 പിക്കാക്സ് ഉണ്ടാക്കി വെച്ചേക്കാം, എല്ലാ ആവശ്യം വന്നാലോ. ഓക്കെ, ഞാനൊരു പിക്കാക്സും ഒരു സോഡും ഉണ്ടാക്കിയിട്ടുണ്ട്. സോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കെൽട്ടനും ക്രീപ്പറൊക്കെ സ്പോൺ ഉണ്ടാവും. അവരിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ ഏജിലായിട്ടാവാം. പെട്ടെന്ന് താഴേക്ക് നമുക്ക് ഒരു 20 എണ്ണം എടുക്കാം. 20 ആയിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ കണക്ക്. സ്റ്റോൺ എന്ന് പറയുന്നത് ഇല്ലേ? ഉണ്ട് പിടിക്കണ്ട. നമുക്കിനി ഒരു 20 സ്റ്റോൺ നമുക്കൊന്ന് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കോളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. ഒരു കോളും ഒരു സ്റ്റിക്കും കൊണ്ട് നമുക്ക് 4 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 കോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ 3×4 12 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇനിയും കുറേ കിട്ടുന്നുണ്ട്. ഞാൻ ഈ വേൾഡ് കയറിയപ്പോൾ തന്നെ നൈറ്റായി. ഇപ്പോൾ എന്നാ ഒരു കഷ്ടമാണെന്ന് ഓർക്കണേ. ഈ കോളൊക്കെ മൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോവാം. സ്റ്റോൺ എടുക്കലൊക്കെ പിന്നെ, നമുക്ക് ഈ കോളാണ് ആവശ്യം. കോളില്ലെങ്കിൽ നമ്മളില്ല. ഡയറക്റ്റ് ഇവിടെ വെക്ക്. ഞാനിങ്ങെത്തി. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ടോർച്ച് ഉണ്ടാക്കി ഇവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്യാം. ഓക്കെ ഇവിടെ ഓരോന്ന് ടോർച്ചായിട്ട് ഇവിടെ വെച്ച് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാം. അവിടെ മോബ് സ്പോൺ ആവുന്നുള്ള പേടി വേണ്ട. ഇപ്പോൾ 2 ക്രീപ്പർ അവിടെ വെള്ളത്തിൽ നിന്ന് ഒഴുകി കളിക്കുന്നുണ്ട്. അവന്മാരെ മൈൻഡ് ചെയ്യണ്ടല്ലേ. ഇങ്ങോട്ട് കയറിയൊന്ന് തപ്പേന്നും പറഞ്ഞൊരു പൊട്ടിലും കൂട്ടും. ഫുള്ള് ഞാൻ ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ മോബും സ്പോൺ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു പെട്ടിയും കൂടെ ഉണ്ടാക്കി വയ്ക്കാം, നമുക്ക് കിട്ടുന്ന ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. പക്ഷെ ഇവിടെ സാപ്ലിംഗ് ഒന്നും വീഴുന്നില്ലല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു മരത്തിട്ട് ഒരു സാപ്ലിംഗ് പോലും കിട്ടിയില്ലല്ലോ. ആ മരം എന്നെ ചതിച്ചേ. നോൺ സാപ്ലിംഗ്. കുഴപ്പമില്ല, നമുക്ക് ഈ മരത്തിൽ നിന്നെങ്കിലും കിട്ടുമായിരിക്കും. ഈ മരം കൂടി അങ്ങ് മൈൻ ചെയ്ത് കൊണ്ടുപോവാം. ഇത്ര ഉള്ള ഈ മരം ഈ ദാരിദ്ര്യം പിടിച്ച മരം. 4 വുഡുള്ളൂ അതിനകത്ത്. ഞാനൊരു പെട്ടി ഉണ്ടാക്കി. നമുക്ക് ഈ പെട്ടിക്കകത്ത് ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ കയ്യിൽ പിക്കാക്സ് മാത്രം വെച്ചിരുന്നാൽ മതി. ഡേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അയൺ ആർമറിലോട്ടും ടൂൾസിലോട്ടും ആവായിരുന്നു. നമുക്ക് ഇവിടുന്ന് താഴേക്കൊരു സ്റ്റെയർ കേസ് പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് അയൺ മൈനിങ്ങിന് പോവാം. എല്ലാം കിട്ടുമോ നോക്കാം.
വിശ്വസിച്ചു. പക്ഷേ നമ്മുടെ ഐലൻഡിൻ്റെ പുറത്തുള്ള ഓഷനിലായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റെയർകേസ് നമ്മൾ ചതിച്ചു. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഒരു പട്ടി ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഇപ്പൊ ഇത് വളരുമ്പോ നമുക്ക് ഇവനെ ടൈം ചെയ്ത് വെക്കാം. അതാണെങ്കിൽ ഇവൻ അയ്യോ നമ്മളെ സേഫ് ആക്കി വെച്ചോളൂ ഇവിടെ. അങ്ങനെ നമുക്കൊരു ബോട്ടിൽ കയറ്റിയിട്ട് നമ്മുടെ കയ്യിൽ വുഡും ഇല്ലല്ലോ. ഭയങ്കര പൊല്ലപ്പാണല്ലോ ദൈവമേ. നമുക്ക് ഉള്ള വുഡും എടുത്തേക്കാം. ഞാൻ 2 ബോട്ടിൻ്റെ ആക്കിയിട്ടുണ്ട്. നമുക്ക് 2. അയ്യോ പട്ടീന്തി, അയ്യോ ഇതേ താഴെ പോയിരിക്കണ്. ഓലേ അയ്യോ ഇത് പ്ലേസ് ആവുന്നില്ലല്ലോ. അത്രേ ഉള്ളു. നമുക്കൊരു ചെറിയൊരു ഫ്രണ്ടിനെയും കിട്ടും. നമുക്ക് ഇവനെ കുറച്ച് കഴിയുമ്പോൾ ടൈം ചെയ്യാം. നമുക്ക് ഇവൻ വലുതാകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അവിടെ നിന്ന് ഇറങ്ങാം. അവന് തലയ്ക്കെന്തോളമുള്ളതാണ്. അതൊന്നും ശ്രദ്ധിക്കണ്ട. എന്നാലും നമ്മളുണ്ടാക്കി ഈ സ്റ്റെയർകേസ് നമ്മൾ ചതിച്ചു. എനിക്ക് നല്ല വിഷമമായി. നമുക്കെന്നാ ഇവിടുന്ന് നേരെ ബാക്കിലോട്ട് മൈൻ ചെയ്യായിരുന്നു. ഇവിടുന്ന് നേരെ ബാക്കിലോട്ടൊന്ന് മൈൻ ചെയ്ത് നോക്കാം. എൻ്റെ 1000 IQ വെച്ച് ഞാനൊരു ബുദ്ധിപരമായൊരു നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കണ്ടാ ഞാൻ എന്താ കണ്ടുപിടിച്ചതെന്ന്. നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ 3 അയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതായി. യെസ് നമ്മുടെ ഈ സീരീസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഈ കോപ്പറൊന്നും ആവശ്യമില്ല. അടുത്ത് വല്ലതും വേറെ അയണുണ്ടോ? പക്ഷേ അപ്പോൾ ഈ സീരീസിന് വേറെ പ്രത്യേകത ഉണ്ട്. ഞാനത് കോർഡിനേറ്റ്സ് കാണാക്കുന്നില്ല. കോർഡിനേറ്റ്സ് കാണാക്കാനത്ത് എന്താ വെച്ചാൽ ഈ സീരീസ് ഇച്ചിരി ഹാർഡാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വല്ലതും ചീറ്റ് അറിയാണ്ട് ചെയ്തു പോകും. ഞാൻ ഈ കോർഡിനേറ്റ്സ് ഒക്കെ ഓണാക്കി കളിച്ച് കഴിഞ്ഞാൽ. അതാണ് ഞാൻ കോർഡിനേറ്റ്സ് ഓണാക്കാത്തത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ 3 അയം കിട്ടിയിട്ടുണ്ട്. നൈസ്. എൻ്റെ പിക്കാക്സ് കൂടി നമുക്ക് മേളിൽ പോയി ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ട് വരണം. പിക്കാക്സ് ഉണ്ടാക്കി ഞാൻ എൻ്റെ അയൺ സ്മെല്ലാക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പിച്ചക്കാരൻ ഇവിടെ സ്പോണാണ്. നമുക്ക് ഈ പിച്ചക്കാരൻ വരും നോക്കാം. ഇവിടെ പിച്ചക്കാരൻ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? 2 മണ്ണാങ്കട്ടയുണ്ട്. വല്ലയിടത്തും ഇറങ്ങി പോടാ. എൻ്റെ ബേസല്ല, എൻ്റെ ഐലൻഡിൽ നിന്ന്. അയ്യോ സോറി. ഞാനൊന്നും ചെയ്യില്ല. ഞാൻ പോണു. ഞാനിവിടെ ഇല്ല. എനിക്ക് അയൺ കിട്ടിയേ. 1 അയൺ, 2 അയൺ, 3, 4. അപ്പം നമുക്ക് ഇവിടുന്ന് 4 അല്ല 5 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 5 റോ അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് വല്ലോ വേറെ അയൺ ഉണ്ടോ പോലും? ഉണ്ടായിരുന്നു ഇച്ചിരി കൂടെ എളുപ്പമായനെ. ഇവിടെ വേറെ ഒന്നുമില്ല. 5 എണ്ണം തന്നെ. നമുക്ക് ഇനി ഇച്ചിരി കൂടി താഴേക്ക് കുഴിച്ച് നോക്കാം. വേറെ ഇനി എല്ലാം കിട്ടിയാൽ നല്ലത്. ബാക്ക് ടു
കേവ് ഉണ്ടാവാ. ഞാൻ പറഞ്ഞില്ലേ താഴെ ഒരു കേവ് ഉണ്ടാവുന്നു. ഒരു സ്കെലറ്റൻ എന്നെ കാത്ത് താഴെ എത്തുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ 3 ആയം വെച്ച് നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കാതെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കി അയണൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് എടുത്തിട്ട് നമ്മൾ ബാക്കി കിട്ടുന്ന ആയം വെച്ചിട്ട് ആർമറും ടൂൾസും ആവണമായിരിക്കും ബുദ്ധി. എൻ്റെ 1000 IQ ഇപ്പോൾ 1500 IQ ആയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പാതിരാവുന്നല്ല. മോബ് സ്പോണായിട്ടുണ്ടാവുമല്ലോ പെട്ടെന്ന്. ഇവിടെ സ്പോണാവാൻ ഞാൻ ഒരു ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പോണാവാൻ ചാൻസ് ഇല്ല. ഇതിനകത്തല്ലല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന വുഡും കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ഷീൽഡ്. ഒരു ഷീൽഡിങ് പോരട്ടെ. ബാക്കി 1-2 എടുത്ത് ഇതിനകത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഒരു സോഡ്. അല്ലെങ്കിൽ വേണ്ട, സോഡൊന്നും വേണ്ട. ആ ഷീൽഡ് നമുക്ക് നമ്മുടെ ഓഫ് ഹാൻഡിൽ പിടിച്ചിരിക്കാം. നമുക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്രൗച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നേരെ നമുക്ക് കേവിലോട്ട് എടുത്ത് ഒറ്റ ചാട്ടം. ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഞാനിങ്ങെത്തി. നമ്മുടെ കയ്യിൽ ഫുഡും ഇല്ല, ഒന്നുമില്ല. കുഞ്ഞു സോംബി ഉണ്ടെങ്കിൽ തീർന്നു എൻ്റെ പരിപാടി. കുഞ്ഞു സോംബിയെയാണ് പേടിക്കേണ്ടത്. അവൻ്റെ ചെറുക്കൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ മതിയായ ഒരു ഓട്ടം അവൻ്റെ. ഇവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഒരു അയൺ ഇരിക്കുന്നുണ്ട്. അതൊരു ഡീപ് സ്ലെറ്റിൻ്റെ ലെവലുമായിരുന്നു. സ്പൈഡർ നമ്മൾ സ്പോട്ട് ചെയ്തു. ഒന്നും നോക്കണ്ട, തപ്പേ ഒന്നേ. കുട്ടി സോംബി. ആദ്യത്തെ മരണം. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു കുട്ടി സോംബി ഉണ്ടാവുമെന്ന്. പെട്ടെന്ന് എൻ്റെ ലൂട്ടൊക്കെ ഒന്ന് എടുക്കട്ട്. അയ്യോ, നമുക്ക് ആർമറും ടൂൾസൊക്കെ ആയിട്ട് എടുത്ത് ചാടിയാൽ മതിയായിരുന്നു. അതിനകത്തോട്ട് ചാടിയാലാണ് ആർമറും ടൂൾസും ആവാൻ പറ്റുള്ളൂ. അത് വേറെ കേസ്. ചെല്ല് പെട്ടെന്നാട്ടെ. ഞാൻ എന്ത് ചെയ്യാൻ? മാൻ, പെട്ടെന്ന് ചാടി എടുത്തോണ്ട്. അയ്യോ, സ്കെൽട്ടർ. മാൻ, എങ്ങനെയെങ്കിലും അത് ചെന്ന് എടുക്കണം. കിട്ടുമോ നോക്കി നോക്കാം. കയറിക്കോ. സ്കെൽട്ടറെ നമ്പ് ചെയ്യുന്നേ. കിട്ടുമോ നോക്കി നോക്കട്ടെ. 4 മിനിറ്റ് 5-8-10 മിനിറ്റായി. ഞാൻ എല്ലാവരെയും കഷ്ടപ്പെട്ടു വന്നു. 5-8-10 മരണം. അമ്മേ ഇല്ല, ഞാൻ എല്ലാവരെയും കണ്ടില്ല. ഇതൊക്കെ എവിടെ നിന്നിറങ്ങി വന്നത്? എന്നെ കൊണ്ട് വയ്യ. എനിക്ക് അവന്മാരുടെ ലൂട്ടൊന്നും വേണ്ട. ഞാൻ അവന്മാരുടെ ലൂട്ടൊന്നും ആവശ്യക്കാത്തിരുന്നു. അല്ല പിന്നെ എനിക്ക് എന്തിനാ അവന്മാരുടെ ലൂട്ട്? പിന്നെ ഇവിടെ കുറേ അയണൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ അയണൊക്കെ അങ്ങ് നൈസായിട്ട് അങ്ങ് ഊക്കിയേക്കാം. നിൽക്കുന്നില്ല. നോ. എന്നാ ഒരു മാൻ, ഞാൻ വീണ്ടും അവന്മാരെ പോയി കൊല്ലണമല്ലോ ദൈവമേ. എനിക്ക് എൻ്റെ ലൂട്ടൊക്കെ കിട്ടിയാണ്. എന്നെ കൊന്ന സോംബി എൻ്റെ ഷീൽഡൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ അവനങ്ങ് എടുത്തു. നമുക്കിപ്പോൾ 22 അയണയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ
വീട്ടിൽ ഇരിക്കണേയും കൂടിയും കൂട്ടി 24ആയി. ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ ഞാൻ ചത്തേ. അവിടെ ആയിട്ടൊരു അയണം കൊണ്ടായിരുന്നു അമ്മേ. ഓ ആ അതായിരുന്നു. പോന്നേ. ആ അതേ മേളിലും ആയിരിക്കുന്നുണ്ട്. നമുക്ക് ആ അയണും കൂടി എടുത്തേക്കാം. പിന്നെ ഇങ്ങനെ ഈ അയണും കൂടി എടുത്ത് വീട്ടിൽ പോയി നമുക്ക് അയൺ ആർമറും ടൂൾസിലായിട്ട് ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റിയില്ല നമ്മൾ ഇങ്ങോട്ട് ഒന്നും കൂടി വരേണ്ടി വരും. ഞാൻ മൈൻ ചെയ്യാൻ പോയപ്പോഴത്തേനും 2 മരവും വളർന്നുണ്ട്. അത് നമുക്ക് ഹെൽപ്ഫുള്ളാണല്ലോ. നമുക്ക് ആക്സ് കയ്യിലില്ലേ? ആക്സ് കയ്യിലുണ്ട്. നമുക്കിന്ന് മരം വെച്ച് നമുക്ക് ഇത് ചാർക്കോളാക്കണോ അതോ ഡയറക്റ്റ് പ്ലാങ്ക് ആക്കി വെക്കണം? പ്ലാങ്ക് ആക്കി വെക്കുക. ചാർക്കോളൊക്കെ ആക്കാൻ മടി, അല്ലാണ്ടൊന്നുമല്ല. അയ്യോ ഓ പേടിച്ച് ഞാനും ഉണ്ട്. അവൻ്റെ ലാമയുണ്ട്. ഞാനത് സ്കെലറ്റൻ അമ്പും കൊണ്ട് നിൽക്കണാണ്. എന്തായാലും അയൺ ആർമറും ടൂൾസ് ആവാനുള്ള അതിന് കിട്ടി. അതെ ഒരു ആപ്പിൾ വീണുണ്ട്. ആപ്പിൾ കഴിച്ചിട്ടെ. നമുക്കിനി ഇത് ഫുള്ള് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. 44 ഉണ്ട്. അപ്പോൾ വൃത്തിയാണ്. ഇനി അത് അവിടെ ഇരുന്ന് സ്മെൽറ്റ് ആവട്ടെ. ഇതും കൂടി ഇട്ടാൽ ഞാൻ ഫുൾ അയൺ ആർമറിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫർണേഴ്സിലിരിക്കണ ഇതും കൂടി എടുത്ത് കഴിയുമ്പോൾ എല്ലാം സെറ്റാവും. എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ടൂൾസ് അയ്യോ ആരും എന്നെ ട്രൈഡൻറ്റിന് എറിയണേ. എന്നെ കൊന്നേ. ഞാൻ പോകുന്നേ. അയ്യോ എന്നെ ട്രൈഡൻറ്റിന് എറിയണം. അയ്യോ ഞാനിത് 3rd പേഴ്സൺ ഫ്രണ്ടാണല്ലോ ഇട്ടേക്കണേ. ഞാൻ എന്നെ കൊല്ലട്ടെ. എന്നെ കൊന്നുണ്ട്. പുള്ളി എന്നെ 2 കൊന്നു. എന്നാലും ഞാൻ എൻ്റെ ഷീൽഡ് ഞാൻ ഫസ്റ്റ് തന്നെ ലൂട്ടി എനിക്ക് ഷീൽഡ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഷീൽഡ് വെച്ച് പുള്ളിനെ തട്ടി. 2 പ്രാവശ്യം ഞാൻ ചാവുകയും ചെയ്തു. നമുക്ക് 21 കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടൂൾസും കൂടി ഉണ്ടാക്കിയിട്ട് ഫസ്റ്റത്തെ കോളം കംപ്ലീറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ അയൺ ആർമറും ടൂൾസിലേട്ടും അപ്ഗ്രേഡായി. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡത്തെ ഗോളും ഇനി ഒരു സെക്കൻഡും 3rd ഗോളുണ്ട്. ആ ഗോളിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നേ പോയി. നമുക്ക് നമുക്ക് എന്നാൽ ഐലൻഡ് കണ്ടുപിടിക്കണ ഗോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ആക്കിയാലോ? അടുത്ത എപ്പിസോഡിലേക്ക് ആക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ഇച്ചിരി കൂടി. നമുക്കിനി നമ്മുടെ 2ാമത്തെ ഗോളായിട്ടുള്ള ഫാം ഉണ്ടാക്കാം. ഇവിടെ ഒത്തിരി പുല്ലൊന്നുമില്ല. നമുക്ക് ഈ കിട്ടണ സീഡ് വെച്ച് നമുക്കങ്ങ് ചെയ്യാം. നമുക്ക് പിന്നെ നമ്മുടെ ഇതൊരു 4 ബോൺ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ബോൺ വെച്ചിട്ട് ബോൺ മിൽ ചെയ്തിട്ട് എല്ലാ സീഡ് കിട്ടുമെന്ന് നോക്കാം. മതി. നമുക്ക് നമ്മൾ ഇങ്ങോട്ട് ചെയ്യാം. ഇതും കൂടി ഞാൻ പോണേ. ഇങ്ങോട്ട് അങ്ങോട്ട് ടിൽറ്റ് ചെയ്തേക്കാം. നമ്മുടെ കയ്യിലോട്ട് ഇങ്ങ് എടുത്തിട്ട് 1 2 3 4 5 6 സെറ്റ്. നമ്മുടെ സീഡും കയ്യിലോട്ട് എടുത്തിട്ട് സീഡ് നമുക്കിവിടെ നട്ട് വെച്ചിരിക്കാം. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഇത് വളർന്നോളായിരിക്കും. അടുത്ത എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഇത് വളർന്നോളൂന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ 2 ഗോൾ ഉണ്ടായിരുന്നു. ആ 2 ഗോൾ നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അവിടെ ഈ എപ്പിസോഡിന് 2 ഗോൾ നമ്മൾ ആദ്യം തുടക്കം 3 ഗോൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾക്ക് 3ാമത്തെ ഗോൾ ചെയ്യാൻ മടിയായത് കൊണ്ടും നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് തോന്നിയത് കൊണ്ടും
ഞാനത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ മൂന്നാമത് പറഞ്ഞ ഗോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ആർബറും ടൂൾസായി പിന്നെ ഒരു ഷീൽഡും ഉണ്ടാക്കി. പിന്നെ എൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു വീറ്റ് ഫാം റെഡി ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഇതാണ്. നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന സീഡൊക്കെ വെച്ച് നമ്മളത് ഇച്ചിരിയും അപ്ഗ്രേഡ് ആക്കും. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇച്ചിരിയും പ്രോഗ്രസ് നമ്മുടെ ഐലൻഡിലും നമ്മുടെ ബേസിലും ചെയ്യണം. നമ്മുടെ ഇനി ഈ സീരീസിൽ ആ ഡ്രൗണിൻ്റെയിൽ പിന്നെ ഷെല്ലുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് വേണ്ടി അവൻ്റെ ഇത് മേടിച്ചെടുത്തോളാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.